ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഒരു പുതിയ ബ്രാൻഡ് നത്തിങ്. ഇതാണ് ഈ കമ്പനീൻ്റെ പേര്, നത്തിങ്. അവർക്ക് വേറെ പേരൊന്നും കിട്ടിയിട്ടില്ല ഇടാൻ. അപ്പോൾ ഇത് രണ്ട് ഡിസൈനർ ഒപ്പരം കൂടിയിട്ട് തുടങ്ങിയൊരു കമ്പനിയാണ്. ഇത് നമുക്ക് ഏതായാലും തുറന്നു നോക്കാം ഇതിനുള്ളിൽ എന്താണ്. ഇവർ ആദ്യത്തെ പ്രൊഡക്റ്റാണ് ഈ ഇയർഫോൺ. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. അതിന് ശേഷം അവർ ഈ മാസവും അവർ പുതിയൊരു ഫോൺ ഇറക്കി, ഇനി നത്തിങ് ഫോൺ എന്ന് പറഞ്ഞിട്ട്. നത്തിങ് ഇയറിന് നല്ല റിവ്യൂസാണ് ഓൺലൈനിൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങി നോക്കിയത്. ഇതിപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടഡ് റേറ്റിന് കിട്ടി, അതുകൊണ്ട് ഇത് വാങ്ങി. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിപ്പോൾ തുറന്നു നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. പാക്കേജിങ് നല്ല ഒരു ആപ്പിൾ പാക്കേജിങ് ലുക്ക് ആൻഡ് ഫീലാണ്. ഇപ്പോൾ ഇത് രണ്ട് അറ്റ്മോസ്ഫിയറിലും വർക്ക് ചെയ്യും, അതായത് ആപ്പിൾ ഫോൺസിലും iOS പിന്നെ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിലും രണ്ടിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇയർഫോണാണിത്. ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട് തുറക്കാൻ വേണ്ടി. വളരെ ഡിസൈൻ സെൻട്രിക്കാണ്. തൊപ്പി ഓർക്കുന്നില്ല തുറന്ന് നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന പോലെ ഉണ്ട്. നല്ലൊരു സിൽവർ പാക്കേജിങ്. ഇത് രണ്ട് കളറിൽ വരുന്നുണ്ട്. ഒന്ന് പ്യൂർ ബ്ലാക്ക്, പിന്നെ ഒരു കോമ്പിനേഷൻ വൈറ്റും ബ്ലാക്ക് ആയിട്ട്. ഞാൻ ചൂസ് ചെയ്യുന്ന കളറാണ് ഫുൾ ബ്ലാക്ക്. ഇതെല്ലാം നമ്മളെ ആപ്പിളിൻ്റെ അതേ ഒരു സ്റ്റൈലിൽ തന്നെ ഇത് എടുക്കലും പിടിക്കലല്ലോ. ഇതാണ് ഇയർഫോൺസ്. പ്യൂർ ബ്ലാക്ക് ആണ്, ജെറ്റ് ബ്ലാക്ക്. കണ്ട തുറക്കുമ്പോൾ ഇവിടെ ലൈറ്റ് എത്തുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് ലൈറ്റ് കാണുന്നുണ്ട്. പൂട്ടി ഇവിടെ നിന്ന് തന്നെ പുറത്ത് തന്നെ കാണാം ഒരു പച്ച ലൈറ്റ് കത്തുന്നത്. നമുക്ക് നോക്കാം നമ്മൾ ഐഫോൺ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. ഇതിനെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്, തുറന്നതിന് ഇത് കാണുന്നുണ്ടോ? ശ്രദ്ധിച്ച് വയ്ക്കാൻ മനസ്സിലാവും. ഇത് മാഗ്നറ്റിക്കുമാണ്. ഇതെടുത്തിട്ട് ഇവിടെ വെക്കുമ്പോൾ അവിടെ ഒട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽ ഉണ്ട് ഇതിന്. പിന്നെ ശ്രദ്ധിച്ച് വയ്ക്കുന്ന കാണാം, ഇവിടെ ചുവപ്പ്, ഇവിടെ വൈറ്റ്. അപ്പോൾ ഈ ഇയർബഡ്സ് റൈറ്റ് ഇയറും ലെഫ്റ്റ് ഇയർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കളറും കൊടുത്തിട്ടുണ്ട് അവർ. ഇല്ല, പിന്നെ ഇതിൻ്റെ മാനുവലൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഈ ബോക്സ് പറഞ്ഞാൽ ഇതിലെന്തോ ഇട്ടിട്ടുണ്ട്, കേബിൾ ടൈപ്പ് സി. ബോക്സിൻ്റെ ഉള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ കേബിളുണ്ട്, ചാർജിങ് കേബിൾ. USB-A to USB-C ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ വേറൊരു ബോക്സ് കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഇയർ പ്ലഗ്സ് ആണ്. നമ്മുടെ ഓരോ ചെവിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ബഡ്സ് മാറ്റാം. സ്മോൾ ഓൾ ദ വേ ടു ലാർജ്. അപ്പോൾ പല സൈസിൻ്റെ ഇയർബഡ്സ് അവർ വെച്ച് തന്നിട്ടുണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ട്. അപ്പോൾ ഇത് ഏത് നോയ്സ് ക്യാൻസലിങ് ഇയർഫോൺ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇയർഫോൺ നോയ്സ് ക്യാൻസലിങ് ഇയർഫോണാണ്. അതായത് ആപ്പിൾ എയർപോഡ്സ് പ്രോനൂടെ കമ്പീറ്റ് ചെയ്യുന്നൊരു ഇയർബഡ്സ് ആണ്. വിലയും അത്രയേ ഉള്ളൂ. അതാണ് ഇവരെ വേറെ പ്രത്യേകത. നല്ല ഡിസൈനും ചെറിയ വിലയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇയർബഡ്സ് മാറ്റണമെങ്കിൽ ഇത് എളുപ്പമാണ്. ഇത് നമുക്കിവിടെ നിന്ന് കഴിച്ചാൽ മതി. ഇയർബഡ്സ് മെല്ലെ എടുക്കുക പുറത്തേക്ക്. ഇതാണ് ഇതിന് വേറെ ഇയർബഡ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിനെ കാണാൻ. ഇനി നമ്മളിതിനെ
ഒരു അത്ര തന്നെ ഇത് കാണാം. ഇത് ഫുള്ളായിട്ട് അങ്ങ് ഉള്ളിൽ കയറി കാണും. ഫുള്ളായിട്ട് അങ്ങ് ഉള്ളിൽ കയറിയാൽ മതി. ഇത് തന്നെ. അപ്പോൾ ഇത് ഇടാനും കഴിക്കാനും സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിനി ഇത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന മീഡിയം സൈസാണെന്ന് തോന്നുന്നു ബൈ ഡീഫോൾട്ടായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതിടാം. ചിലയാൾക്ക് കംഫർട്ടബിൾ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനുള്ളിട്ട് പിന്നെ ഈ ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കൺട്രോൾസ്, ഡബിൾ ടാപ്പ് തന്നെ പ്ലേ പോസ്, ട്രിപ്പിൾ ടാപ്പ് നെക്സ്റ്റ് ട്രാക്ക്, പിന്നെ ടാപ്പ് ആൻഡ് ഹോൾഡ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ഓഫ്, പിന്നെ വോളിയൂം അപ്പ് ആൻഡ് ഡൗൺ സ്ലൈഡ് ചെയ്താൽ മതി. ഈ സ്ലൈഡിങ് കൺട്രോളിന് അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്താൽ വോളിയൂം കൂടും കുറയും അങ്ങനെയാണ്. മോർ ഓപ്ഷൻസ് ഇയർ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വേറെ ചെയ്യാം. ഇയർബഡ്സിൻ്റെ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ചാർജിങ്. ഇത് പോരാണ്ട് ഇത് വയർലെസ്സുമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഇത് വയർലെസ്ലി ചാർജും ചെയ്യും. അതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. പിന്നെ ഇത്ര തന്നെ. ഇത് വേറെ കൂടുതൽ ഫങ്ഷനാലിറ്റി. ഇനി നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇത് സ്കാൻ ചെയ്താൽ നമുക്ക് ഈ ആപ്പ് കിട്ടും. അപ്പോൾ ഇതങ്ങ് സ്കാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞ് നോക്കിയാൽ നല്ല ഒരു സ്ട്രിങ് ആണിത്. സാധാരണ കേബിളല്ല, ഇതൊരു ഡിസൈനർ സ്ട്രിങ് എന്ന് പറയാം. നമുക്ക് കാണുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സൈഡ് USB-A, ഒരു സൈഡ് USB-C. പിന്നെ ഈ കേസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ചാർജ് അറിയാൻ വേണ്ടി ഇത് അമർത്തിയാൽ മതി. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി USB-C ഇതിനുള്ളിടും. ഇപ്പോഴത്തൊന്നുമില്ല. ഓക്കെ, ഇത് ആ ഇവിടുന്ന് തുറക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ചെറിയ ഇവിടെ നമ്മൾ അമർത്തിയിട്ട് തുറക്കും. പിന്നെ ഇത് ഇയറിൻ്റെ അടിയാളം ഒന്ന് റെഡ് ഒന്ന് വൈറ്റ്, പിന്നെ ഇതും ഉണ്ട്. ഇപ്പം രണ്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലും കാണാം റെഡും വൈറ്റും. നമുക്ക് തിരിയും. അപ്പോൾ ഇത് എവിടെ ഇടേണ്ടതെന്ന്. അപ്പോൾ ഈ വൈറ്റ് ഇവിടെ, റെഡ് ഇവിടെ. പിന്നെ മാഗ്നറ്റിക് ആണെന്ന് പറഞ്ഞ പോലെ ഒരു ഓട്ടയുണ്ട്, അത് എന്തിനാണെന്നറിയില്ല. സംഭവം അടിപൊളി. ഇത് വയർലെസ് ചാർജിങ് വന്നു ഈ കേസ്. അപ്പോൾ ഈ ആപ്പിൽ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്താൽ ബ്ലൂടൂത്ത് പെയറിങ് ചെയ്താൽ പിന്നെ ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ് ഇതെല്ലാം അവർ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ മാനുവൽ കണ്ടത്. ലെഫ്റ്റ് എത്ര പവർ ഉണ്ട്, റൈറ്റ് എത്ര പവർ ഉണ്ട്. പിന്നെ നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ, തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജ് മനസ്സിലാവും, ഈ ബോക്സിൻ്റെ. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സിൻ്റെ ചാർജ് അറിയും. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇയർഫോൺസിൻ്റെ ചാർജ് അറിയും. അപ്പോൾ ഈ ബോക്സും ഒരു ചാർജറാണ്. ഇതിനും ഒരു കപ്പാസിറ്റി ഉണ്ട്, ഇതിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെ ഇയർഫോൺസിൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഇത് ഇട്ടതിന പാട് ഈ ബോക്സിൻ്റെ ചാർജിന് ഈ ഇയർഫോണിലേക്ക് കയറും ചാർജ്. അതുകൊണ്ടാണ് ഈ ആപ്പിൽ പറയുന്നത് ഈ ചാർജിങ് ഇന്ന് എത്ര കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ബോക്സിൻ്റെ ചാർജ് കാണും. ബോക്സിന് ഇപ്പോൾ 100% കപ്പാസിറ്റി ഉണ്ട്, ചാർജിങ് കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ ഇയർഫോൺസ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചാർജ് ഈ ബോക്സിനായിരിക്കും ചാർജ് ചെയ്യാൻ. പിന്നെ ഈ ആപ്പിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാം. അപ്പോൾ ഈ ആപ്പിന് പലതും ചെയ്യാനുണ്ട്. നമുക്ക് രണ്ട് ഓപ്ഷനുള്ളത്, ഹിയർ സെറ്റിംഗ് ഉണ്ട്, ടച്ച് സെറ്റിംഗ് ഉണ്ട്. ഹിയർ സെറ്റിംഗ്, ടച്ച് സെറ്റിംഗ്. ഹിയർ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, ലൈറ്റ്, മാക്സിമം, ട്രാൻസ്പെറൻസി, പിന്നെ ഈക്വലൈസർ നമുക്ക് സെറ്റ് ചെയ്യാം, ട്രെബിള്, ബാസ്. പിന്നെ വോയിസ് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡയലോഗ് ആയിരിക്കും ക്ലിയർ ആയിട്ടാണ്. ബാക്ക്ഗ്രൗണ്ടെല്ലാം അവർ ലോ വോളിയൂമിലേക്ക് ഇടും. അതേപോലെ ഇത് കംപ്ലീറ്റ് ഓഫാക്കാൻ എല്ലാം ഓഫാക്കാം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ സെറ്റിങ്സ്. ഞാൻ സാധാരണ നോയ്സ് ക്യാൻസലേഷൻ മാക്സിമം ഇടൽ. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ എഫക്റ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ടച്ച് ഉണ്ട്. ടച്ച് നമ്മൾ ലെഫ്റ്റ് ഇയർ പ്ലഗ്സിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. 3 പ്രാവശ്യം
ടാപ്പ് ചെയ്താൽ എന്തെല്ലാം ചെയ്യണോ, ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഓപ്ഷൻസ്. പിന്നെ ഡബിൾ ടാപ്പും സ്ലൈഡ് ഓൺ സ്റ്റെം സ്റ്റാൻഡേർഡ്, അതായത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ പ്ലേ പോസ്, പിന്നെ സ്ലൈഡ് ഓൺ സ്റ്റെം. അപ്പോൾ സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയൂം കൂട്ടാ കുറക്കാം. അതായത് ഈ സ്റ്റെം ഇത് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ പലതും ചെയ്യും. ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ പ്ലേ പോസ്, പിന്നെ ഇത് സ്ലൈഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ വോളിയൂം കൂടും കുറയും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഫീച്ചർ. പിന്നെ റൈറ്റ് ഇയർ ഉണ്ട്, അതേപോലെ വേറെ ഇനിയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെവിയിലിടുമ്പോൾ അത് ഓണാവും, പിന്നെ ചെവിയിൽ നിന്ന് അത് കേൾക്കുമ്പോൾ തന്നെ അത് പോസ് ചെയ്യും. ഇങ്ങനത്തെ ഓപ്ഷൻ. ലേറ്റൻസി മോഡ്, അതായത് ആൾ സംസാരിക്കുന്നു നമുക്ക് കേൾക്കുന്ന സൗണ്ടും ഒരേപോലെ സിങ്ക് ചെയ്യണമെങ്കിൽ ലോ ലേറ്റൻസി മോഡ് എടുത്താൽ മതി. പിന്നെ ഫൈൻ മൈ ഇയർബഡ് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഇയർബഡ് കാണാണ്ടിരിക്കനാൽ ഇത് ഇവിടെ ഉണ്ടെങ്കിൽ ഇത് അമർത്തിക്കഴിഞ്ഞാൽ അത് ബീപ്പ് ചെയ്യും. ഉണ്ടോ? അപ്പോൾ ഈ ഒരു ഒച്ച വെക്കുന്നത് അപ്പോൾ അതാണ് ഫൈൻ മൈ ഇയർബഡ് ഫീച്ചർ. പക്ഷേ ഇതിപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലേക്കിനാൽ പിന്നെ അറിയില്ല, അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബോക്സിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതിങ്ങനെ പൂട്ടിയിട്ട് നിങ്ങൾക്ക് ബോക്സ് എവിടെ വെച്ചതെന്ന് അറിയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് സൗണ്ടൊന്നും അടിക്കില്ല, കാരണം ഇത് ഇപ്പോൾ കംപ്ലീറ്റ് ഓഫാണ്. ഇത് കംപ്ലീറ്റ് ഓഫായതുകൊണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇയർബഡ് പുറത്തായിരിക്കണം, എന്നാലേ ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ ഫേംവെയർ അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഫേംവെയർ ഈ ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്ര തന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, എന്നാൽ പിന്നെ ശരി, താങ്ക് യു ഫോർ വ്യൂവിങ്. നിങ്ങൾക്ക് ഇയർ ബഡിനെ പറ്റി ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.